अरे दीदी माँ क्या बोल गए तमाम शुक्रिया इंशाल्लाह ആരാ എന്താ പറഞ്ഞേ മനസ്സിൽക്കോ എന്നെ മുത്തച്ഛനെവിടെ മുത്തച്ഛനോ ആ നിന്നെ കൊണ്ടുവരാനായിട്ട് കാലത്ത് കാറുമായിട്ട് പോയതാ എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ അയ്യോ ബാലേട്ടനെ കണ്ടിട്ട് വൈദ്യരമാമ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല അത് നേരാ എയർപോർട്ടിൽ വന്നിറങ്ങി ഉടനെ ഞാനൊരു ടാക്സി വിളിച്ചിങ്ങ് പോന്നു നിങ്ങളെല്ലാം കാണാനുള്ള അതെ ഓ മൈ ഗോഡ് മൈ ഡിയർ മർമാണി മാമന് ഒരു വ്യത്യാസമില്ല അതെ പാനുവതിയും കൂടെ കൂട്ടി വരായിരുന്നില്ലേ നിനക്ക് അച്ഛൻ ഒറ്റയ്ക്കാക്കിട്ട് അമ്മ പോരോ അച്ഛനാണെങ്കിൽ നിന്ന് തിരിയാൻ പറ്റണ്ടേ എന്തു പറ്റി നടുവിന് വല്ല ഉളുക്കം വീണുവോ ഉളുക്കല്ല തിരക്കൊണ്ടാ ഓ തിരക്കുണ്ട് ആതിരെവിടെ അവൾ അകത്തുണ്ട് എന്നിട്ട് എന്നെ എതിരേൽക്കാൻ വന്നില്ലല്ലോ ബസുമതി ആതിരെ ഒന്ന് വിളിക്കൂ താലോ നിലവിളക്കോ വല്ലതും എടുക്കണോ അതിനൊക്കെ ഉള്ള സമയം വരുന്നില്ലേ ഉള്ളൂ തൽക്കാലം ആതിരെ മാത്രം മതി ആ വിളിക്കൂ ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടൂന്നായിരുന്നു എന്റെ പ്രതീക്ഷ പക്ഷെ ഇപ്പൊ മനസ്സിലായി നിനക്ക് വെള്ളി കിട്ടുള്ളൂ താങ്ക് യു അതൊക്കെ ആയിക്കോട്ടെ ഇവനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ സാമി ഇത്തിരി കഷായം കുടിക്കേണ്ടി വരും ഓ ആ വന്ന കാലം നിക്കാണ്ട് കുട്ടി ഇങ്ങടെ അകത്തേക്ക് വരൂ ആതിരെ വരട്ടെ ആ പെട്ടിയും പ്രമാണൊക്കെ എടുത്ത് തെക്കിനിയിലേക്ക് വെക്കാ ഓക്കേ ലഗേജ് എല്ലാം എടുത്ത് യാണി മാമനെ അല്ല മർമാണി മാമനെ ഏൽപ്പിച്ചേക്കൂ ഏതാ ഈ വെള്ളപൂശിയ കുഴിമാടം കൃഷ്ണൻകുട്ടി എന്താ കുറുന്തോട്ടിയോ കുറുന്തോട്ടിയല്ല കൃഷ്ണൻകുട്ടി ഗൾഫിൽ എല്ലാവരും എന്നെ ചകൻ ഛാ എന്ന് വിളിക്കും ബാലഗോപാലൻ സാറിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് കം ബോഡി ഗാർഡ് ഓ ഗൾഫിൽ നിന്ന് രസായനം മാറ്റാൻ കൊണ്ടുവരാന്ന് പറഞ്ഞത് ഇതിനെയാ തറവാട്ടിലെ എ ടു ഇസഡ് കാര്യങ്ങൾ തത്ത പറയും പോലല്ലേ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ വൈദ്യരോടും സുഭദ്രാമച്ചിയോടും പോയി ചോദിച്ചു നോക്ക് നിന്റെ വേഷം കെട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട മുത്തച്ഛനെയും മുത്തശ്ശിയും കുപ്പിലാക്കാൻ വേണ്ടി നീയൊക്കെ കൂടി അവന് പറഞ്ഞു കൊടുത്ത കഥകളല്ലേ ഹരിഹോം ശിവഹോം വേണ്ട ഉരുളണ്ട പറലണ്ട കൽക്കത്തയിലും ബോംബെയിലും ഒക്കെ നിരവധി കള്ളസ്വാമിമാരെ കണ്ടിട്ടുള്ളവന് ഞാൻ 48 മണിക്കൂറിനകം നിന്നെയും നിന്റെ കള്ളസ്വാമിയുടെ കള്ളക്കഥകളെ കെട്ടുപൊട്ടിച്ചിവിടുന്ന് കെട്ടിച്ചില്ലെങ്കിൽ എന്റെ പേര് ബാലഗോപാലൻ അപ്പൊ എന്റെ പ്രൊമോഷന്റെ കാര്യം ഓപ്പറേഷൻ നടത്താൻ പോണേ ഐ വിൽ ഡിസംബർ ദാറ്റ് ആള് വിധിയാണെങ്കിലും ചൂടനായില്ലേ ചോറ് എന്താ ഇത് രണ്ടിന്റെ അവസാനത്തെ അത്താഴമാണെന്ന് അതാണോ ഉദ്ദേശിച്ചത് സിറ്റി ബ്രാഞ്ചിലെ സെയിൽസ്മാൻ അല്ലേ അതെ തനിക്ക് ഈ ആശ്രമത്തിൽ എന്താ പണി ഹോമം നടത്താനുള്ള സാധനങ്ങൾ കൊണ്ടു കൊടുക്കാൻ വൈദ്യര് പറഞ്ഞിട്ട് വന്നതാ ഹോമോ ഞാനൊരു സത്യം പറയാം മരിച്ചുപോയ ഉണ്ണികൃഷ്ണൻ സാർ ഇപ്പോഴും ഇവിടെ ഉണ്ട് ഉണ്ണികൃഷ്ണൻ സാറിന്റെ ആത്മാവ് ഇപ്പോഴും ഇവിടെ ഉണ്ടെന്ന് ഇടക്കിടക്ക് ഇവിടെ വരും സുഭദ്രാമച്ചിയുടെ ദേഹത്ത് കൂടും അതിനൊക്കെ ശാന്തി കിട്ടാൻ വേണ്ടി ഇന്നു മുതൽ സ്വാമി ഒരു ഹോമം തുടങ്ങാൻ പോവുക ബി കെയർഫുൾ എന്നിട്ട് സാധനങ്ങളൊക്കെ സ്വാമിനെ ഏൽപ്പിച്ചു എന്നാ പോ എന്റെ ഭഗവതി എന്താ ഇത് എന്റെ ബാല നിനക്ക് എന്ത് പറ്റി ഒന്നും പറ്റിയില്ല ഒരു ജീപ്പായിട്ടൊരു ചെറിയൊരു ഏറ്റുമുട്ടൽ ആംബുലൻസ് വണ്ടിയുടെ നിലവിളി കേട്ടപ്പോ ഞാൻ വിചാരിച്ച് ഡെഡ് ബോഡി ആയിരിക്കും അങ്ങനെ എളുപ്പമൊന്നും ശവമാവുന്ന ബോഡി അല്ല ഇത് പ്രിയ വർക്കേഴ്സ് നിങ്ങൾ ആരും കരയരുത് ഇങ്ങനെയുള്ള അപകടങ്ങൾ വരുന്നത് എനിക്ക് വലിയ ഇഷ്ടാ അയ്യോ വല്ലപ്പോഴൊരിക്കല്ലേ വരുള്ളൂ അത് ഞാൻ ഓണം വിഷു പോലെ ആഘോഷിക്കും അതുകൊണ്ട് തന്നെയാ ആംബുലൻസിൽ വന്നത് അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ പറഞ്ഞാൽ അനുസരിക്കൂലല്ലോ അനുഭവിക്കുക സ്വാമി വരുന്നു ഇത്രയും കൊണ്ട് അവസാനിച്ചതിന് സ്വാമിക്ക് നന്ദി പറയാ സ്വാമി പ്രവചിച്ചപ്പോ അനുസരിച്ച പോരായിരുന്നു ഇനിയെങ്കിലും സിദ്ധിയുള്ളവരെ വിശ്വസിക്കാം ഇടി കൊണ്ടത് ഡൈവ് ചെയ്ത് ഞാനൊരു പോസ്റ്റിംഗ് കയറി തൂക്കി അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു നീ വാ അയ്യോ ധിക്കാരം കാട്ടാണ്ടിരുന്നെങ്കിൽ ഇങ്ങനെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ പിടിക്കണ്ട ഞാൻ തനിയെ വന്നോളാം പരിത്രാണായ സാധൂനാം വിനാശായ ചതുർഭുജാം എന്നാണല്ലോ ചതുഷ്കൃതാമെന്നല്ലേ സ്വാമി അങ്ങനെയും പറയാം അതെ സംസ്കൃതമല്ലേ സംഭവാമി യുഗേ യുഗേ വരാനുള്ളതൊന്നും വഴി തങ്ങില്ല കൂടെ വരും ഇതങ്ങനെ വന്നല്ല കേട്ടോ അറിഞ്ഞോണ്ട് ആരോ ഒരിക്കൽ കണിയാ കൊത്ത് കൊത്ത് കൊളുത്തിന്റെ കഴുത്തീ കേറി കൊത്ത് കൊത്തിയോ ആവോ 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 അയ്യോ ഏതോ ഒരു മീന്റെ ജെട്ടി ഉരി പോന്ന തോന്നണേ ജെട്ടിക്കൊക്കെ ഭയങ്കര വിലയാ നോൺസെൻസ് നൈക്കഡ് ഫിഷേഴ്സ് ജെട്ടി ഇട്ട് നടക്കൂ എന്നാ ഇര കിട്ടിയോ കിട്ടി നല്ലൊരു ഇര കിട്ടി
പക്ഷെ കൊളുത്തെ കുത്തി കുളത്തിലിടാൻ പറ്റിയല്ല. പിന്നെ കോലയെ കുത്തി തന്നെ തൊള്ളയിലിടാനോ നേരെ കൊണ്ടുവരാൻ പറഞ്ഞ? ഞാൻ പറയണോന്ന് കേക്ക് കുസൂർ. ഇന്ന് രാത്രി നമുക്ക് ആ ഇരയെ പിടിക്കാം. രാത്രി ഇര പിടിക്കാൻ ഞാനെന്താ പാമ്പാ? അതെ, ഇന്ന് രാത്രി പാമ്പുകളെ പോലെ എഴഞ്ഞഴഞ്ഞഴഞ്ഞ് ചെന്ന് നമ്മൾ ആ ഇരയെ പിടിക്കും. ഏതരയുടെ കാര്യം നീ പറയണേ? ഈ തറവാട്ടിലെ സുന്ദരിമാരുടെ കിടപ്പറ തുറക്കുന്ന ഒരു തുരപ്പനെ. ഏത് തുരപ്പൻ? പ്രേമദാസ്. പ്രേമദാസോ? അതെ. ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തായി? വെരി റോങ്. നീ അവന്റെ പിന്നാലെ തെക്കോട്ട് പോയിക്കോ, ഞാൻ വടക്ക് വശത്ത് വരാം. ഇതിലേത് പട്ടിയാണോ പ്രേമദാസൻ പട്ടി? പതുക്കെ പതുക്കെ. ഈ തറവാട്ടിൽ എന്തൊക്കെയോ ഗുലുമാലുണ്ടെന്നുള്ളത് ഉറപ്പാ. അകത്തളവും പുറത്തളവും നിലവറയും കലവറയും ഒക്കെ നീണ്ടു നിവർന്ന് കിടക്കയില്ലേ. 10-12 പ്രേതങ്ങൾക്ക് ആരും കാണാതെ എത്ര കൊല്ലം വേണേലും ജീവിക്കാം. പക്ഷെ ഈ അലന്ന പ്രേതങ്ങൾ എന്നെ എന്തിനാ തല്ലിയത്? എത്ര ഹോമം നടത്തിയാലും എന്നെ തല്ലിയ പ്രേതത്തിന് ശാന്തി എന്നല്ല ഒരു തുള്ളി വെള്ളം പോലും കിട്ടത്തില്ല. അലഞ്ഞി തിരിഞ്ഞ് തെണ്ടി കുത്തുവാള എടുത്ത് തേരാ പാരാ നടക്കും. ഇങ്ങനെ കടിപ്പിച്ച് പ്രാവില്ലടാ. നിന്നെ തല്ലിയത് പ്രേതല്ലെങ്കിലോ? അല്ലാതെ പിന്നെ ആര് തല്ലാൻ? പ്രേമദാസനെ തല്ലിയത് കുസൂറാണ്. പക്ഷെ എന്നെ പ്രേമദാസനെ തല്ലിയത് ഞാനല്ലടാ. അല്ലേ? പിന്നെ ഇവനെ പോലൊരു പേടിത്തൊണ്ടൻ. അയ്യോ, ഞാൻ പ്രേതം പറഞ്ഞ എന്നെ കൊന്നേ. ഇവനാടാ കോലം കണ്ടോടാൻ. നിന്റെ അച്ഛൻ. പ്രേതമേ, പ്രിയതമേ, ചേട്ടന്റെ മനസ്സൊരു മണിപ്പേഴ്സ് തുറന്ന പോലെയാ. സത്യം പറഞ്ഞാ ഞാൻ ഐലവി. മറുപടി ഒന്നും പറഞ്ഞില്ല. എനിക്കിനിയും പഠിക്കണം. അത് കല്യാണം കഴിഞ്ഞിട്ടാവാലോ. ഐ ആം റിയലി ഐലവി. ഇക്കാര്യത്തിൽ ബാലേട്ടന് ഒരു ക്ഷമയില്ലല്ലോ. ക്ഷമയില്ലാഞ്ഞിട്ടല്ല, പേടിയായിട്ടാ. കഴുത്തില് താലിയില്ലാതെ എന്റെ ആദരിങ്ങനെ ഒറ്റയ്ക്ക് നടന്നാൽ പ്രേതം കൂടുവോ? പ്രേതം കൂടി ഒഴിപ്പിക്കാലോ. ഇവിടെ മുഴുവൻ ദൈവങ്ങളല്ലേ, അവതാര പുരുഷന്മാർ. അങ്ങനെ ബാലേട്ടൻ പേടിക്കണ്ട. എന്റെ ദേഹത്ത് ആരും കൂടില്ല. പിന്നെ മുത്തശ്ശന് മുത്തശ്ശി അറിയാണ്ട് ഒളിച്ചോടാനൊന്നും എന്നെ കിട്ടില്ല. ആതിരി, ഐ കിസ് മീ. എന്താടാ ബാല ചാടണേ? മർമ്മത്ത് വല്ല തട്ടും കിട്ടിയോ? ആ, ശരിക്കും തട്ടി. എല്ലാരും കൂടി ശരിക്കും മർമ്മത്തന്നെ ഇട്ട് തട്ടി. നിനക്കെന്താ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? മനുഷ്യനെ ഒട്ടുപിടിപ്പിക്കാൻ. 1 മാസം തികയുന്നതിന് മുമ്പ് വീണ്ടും വഴക്കടിച്ചു വന്നു എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതിയാ ഒന്ന് ടെസ്റ്റ് ചെയ്താ. ഇനി എന്നാ മടക്കം? ഇനി പോകുന്നില്ല. അത് നിൻ സ്ഥിരം പല്ലവിയല്ലേ? അയ്യോ, ഇത് അതുപോലല്ല. ഇനി ഞാൻ മദ്രാസിൽ പോയ ശെൽവത്തിനെ ഞാൻ കൊല്ലും. അത്രക്ക് ക്ഷമിച്ചു ചേട്ടാ. ഇന്നലെ നിസ്സാര ഒരു കാര്യത്തിനാണ് ഞങ്ങൾ തമ്മിൽ ഉടക്കിയതേ. ചേട്ടൻ കേട്ടോണേ. അതെ, നമ്മളൊക്കെ ചായക്ക് പഞ്ചസാരയല്ലേ ഇടുന്നേ. അപ്പൊ ലേശം ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് ഞാൻ ഒരല്പം ഉപ്പിട്ടു. അപ്പൊ തന്നെ കുടിച്ച ചായന്റെ മുഖത്തോട് തുപ്പ്. ഞാൻ വെട്ടിക്കൊല്ലാൻ വാളെടുത്തതാ. ഉടനെ ഒരു പറച്ചില്, അമ്മാ നീ ഡിവോഴ്സ് വാങ്ങി പോമാന്ന്. ആ സെക്കൻഡിൽ ഈ പെട്ടി മൊബൈൽ വഴി ഞാൻ വണ്ടി കയറിയതാ. നിന്നോട് ആരെങ്കിലും പറഞ്ഞു അവന്റെ കൂടെ ഒളിച്ചോടി പോവാൻ? അതിന് നേരെ ഓടാൻ ചേട്ടൻ സമ്മതിക്കുവോ? ഞാനിങ്ങനെ വീട്ടിനകത്ത് പൂത്തുലഞ്ഞ് നിന്നിട്ട് ചേട്ടൻ കണ്ട ഭാവം നടിച്ചോ? നാട്ടിൽ എത്രയോ ചെറുപ്പക്കാരുണ്ട്, പക്ഷെ ദമയന്തിക്ക് മാത്രം ചെറുക്കനില്ല. എനിക്ക് എന്താ ഒരു കുറവ്? കാണാൻ നല്ല ഗ്ലാമറല്ലേ? ഇല്ലേ? അപ്പൊ ചേട്ടന് ബിസിനസ് മാത്രം മതിയായിരുന്നു.
തിരക്കൊക്കെ കഴിഞ്ഞ് എന്നെ കെട്ടിക്കാൻ നേരെ ആവുമ്പോഴത്തേക്കും എന്റെ സ്ത്രീജന്മം മൂടോടെ പാഴായി പോകത്തില്ലേ? തലയ്ക്ക് സുഖമില്ലാണ്ട എന്താ ചെയ്യാ? അയാൾക്ക് അങ്ങനെ പോയോ നാത്തൂനെ? ഞാനും ഒരു പെണ്ണല്ലേ, ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത പ്രായത്തിൽ എന്തിനാ പിടിച്ച് കെട്ടിക്കുന്നത്? അതുകൊണ്ടാ കമ്പനി വന്ന പാണ്ഡ്യയുടെ കൂടെ ഞാൻ ഒളിച്ചോടിയത്. ചേട്ടനോട് ഒരു വാക്ക് പറഞ്ഞിട്ട് മതിയായിരുന്നു. അതെ, തമിഴ് പണ്ടേ എന്റെ ഒരു വീക്ക്നെസ് ആ നാത്തൂനെ. അയാള് പച്ചവെള്ളം പോലെ തമിഴ് പറയുന്ന കേട്ടപ്പോഴേ അയ്യോ എന്റെ കരളങ്ങ് വെള്ളമായി പോയി. പിന്നൊന്നും ആലോചിച്ചില്ല, അയാളുടെ ഞാനങ്ങ് ഒളിച്ചോടി. അതെ, തമിഴ്നാട്ടിൽ ഭിക്ഷക്കാരി പോലും തമിഴാ പറയുന്നേ. ആ അയ്യോ, സംസാരിച്ച് നിൽക്കാതെ നാത്തുമ്പോ എനിക്ക് വിശക്കുന്നു. വാ. അയ്യോ, രേണുമോൾ എവിടെ? തലവേദനയാണെന്ന് പറഞ്ഞ് നേരത്തെ കിടന്നു. കുഴപ്പമില്ല, ഞാൻ രാവിലെ കണ്ടോളാം. നീ എപ്പോ വന്നേ? ഞാൻ രാവിലെ വന്നു. ആന്റി എവിടുന്ന് ഒറ്റയ്ക്കാണോ വന്നത്? അല്ല, ട്രെയിനിൽ 10,000 പേരുണ്ടായിരുന്നു. അതുപോലെ Don't repeat this. അയ്യോ ചേട്ടൻ, എന്താ മോളുടെ പിറന്നാൾ ആഘോഷിച്ച രാത്രിയിലാക്കാന്ന് വെച്ചു. ചേട്ടന് വരാൻ വേണ്ടിയാ. രേണുമോക്ക് ഒരേ നിർബന്ധം, ചേട്ടൻ വന്നാലേ കേക്ക് മുറിക്കുള്ളൂ. പക്ഷെ സിംഹം അയാളെ പോവാൻ പറ. ഞാൻ അയാളെ ഒന്ന് നേരിടാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. വേണാണ് നിനക്ക് തോറും തലയിലെ കയറണം. അന്താളെ ഞാൻ വിടമാട്ടെ. അയാളെ കണ്ണു വെട്ടിച്ച ചേട്ടനെ ഇന്ന് രാത്രി ഞാൻ ഇവിടെ കൊണ്ടുവരും, കേക്ക് മുറിക്കും. പഴനിയാണ്ടവൻ തുണി അപ്പനീ മുരുക. ചേട്ടാ പോയോ? Stop the car. யாரது? சூசைட் கேஸா? எதற்காக என் வண்டி முன்னாடி நிற்க வேண்டும்? 8 வீல் Checking. செக்கிங் ஆகுது, கிக்கிங் ஆகுது. என்ன பத்தி உங்களுக்கு சரியா தெரியாது. நான் வீரபாண்டிய കട്ടബൊമ്മൻ പരമ്പരയിലെ ചേർന്നവർ. മലയാളം അറിയാമെങ്കിൽ പറഞ്ഞാൽ നന്ന്. എന്തിനെന്റെ വണ്ടി ചെക്ക് ചെയ്യണം? That's my duty. ഞാൻ ആരാണെന്ന് മനസ്സിലായല്ലോ. ആരാണെന്ന് മനസ്സിലായി. ഈ വീട്ടുവളപ്പിൽ എന്തിനാണ് കാവ നിൽക്കുന്നതെന്ന് മനസ്സിലായി. ആൾ ഇതിനകത്തില്ല. മുഖത്ത് 2 ഉണ്ട കണ്ണല്ലേ മിസ്റ്റർ ഇരിക്കുന്നത്? ഞാനും ഡ്രൈവർ വൈനകത്ത് ഉള്ളൂന്ന് കണ്ടുകൂടെ? ഡ്രൈവർ ഡിക്കി ഒന്ന് തുറന്നു കൊടുക്കൂ. സാറൊന്ന് പരിശോധിക്കട്ടെ. വളരെ സാവകാശം പരിശോധിച്ചാൽ മതി. എനിക്ക് ധൃതിയൊന്നുമില്ല, പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ലല്ലോ. കണ്ടില്ലേ, ആരുമില്ലല്ലോ. എന്താണ് മിസ്റ്റർ ഇതിനു വേണ്ടി നോക്കാം? അതിനകത്ത് ആരും മനസ്സിലായില്ലേ? ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പ് വരുത്തണം. ഇനി പോവാലോ, സംശയം തീർന്നല്ലോ. ഒട്ടുപോകണം കേട്ടോ.